ഹായ് നമസ്കാരം. വെനീസ് ടൂർണമെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തൃശ്ശൂരിന്റെ മണ്ണിൽ വന്നിരുന്നു. കാരണം സ്ത്രീ ശക്തി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സംരക്ഷണം ഒരുക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള BJP എന്നുള്ളത് നമുക്കറിയാലോ അല്ലേ. ഈ സ്ത്രീകളോട് ഒരു പ്രത്യേക വാത്സല്യവും പ്രത്യേക കരുണയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് BJPയും RSSും ബജരംഗദളും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടുമിക്ക സംഘടനകളും. അത് നമ്മൾ നേരിട്ട് കണ്ടവരാണ്, നേരിട്ട് കണ്ട് അനുഭവിച്ച ആൾക്കാരാണ്. അപ്പം കേരളത്തിൽ നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ അവിടെ അണിനിരന്നു. പ്രധാനപ്പെട്ട നമ്മുടെ PT ഉഷ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സിനിമാ താരമായിട്ടുള്ള ശോഭന, എല്ലാവരും ആ വേദിയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വേറൊരു സാധനം എന്ന് പറയുന്നത് അന്നക്കുട്ടി അമ്മയെക്കുറിച്ച് നമുക്കറിയാലോ അല്ലേ. ഈ പെൻഷന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കി കോൺഗ്രസ് പൊക്കിക്കൊണ്ട് നടന്ന് അവസാനം BJP വേദിയിലെത്തി നരേന്ദ്രമോദിയായിട്ട് നേരിട്ട് കണ്ട് കാര്യങ്ങളും കുശലാന്വേഷണമൊക്കെ നടത്തിയ വീഡിയോകളും വാർത്തകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം കേരളത്തിൽ ഈ പറയുന്ന BJP കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചില പൊറോട്ട നാടകങ്ങൾ, കാരണം ഈ സ്ത്രീകളുടെ വേദിയിൽ നമ്മുടെ ആ ഒരു വേദിയിൽ ആകെ ഉണ്ടായിരുന്നത് സുരേഷ് ചേട്ടനും ഉള്ളിച്ചേട്ടനും ഒക്കെ ആയിരുന്നു. കാരണം സുരേഷ് ചേട്ടൻ തൃശ്ശൂർ 2024 മത്സരിക്കാൻ പോകുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് സുരേഷ് ചേട്ടനെ ഈ സ്ത്രീകളുടെ ആ ഒരു പൊതുപരിപാടിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഈ ഒരു കരുണ അല്ലെങ്കിൽ ഈ ഒരു വാത്സല്യം, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയും സംഘപരിവാർ അനുഭാവികളും ആണെന്നുള്ളത് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എത്ര മാന്യമായ രീതിയിലാണ്, എത്ര സ്നേഹത്തോട് വാത്സല്യത്തോടാണ് മണിപ്പൂരിലെ ഈ പറയുന്ന സ്ത്രീകളോട് ഈ ബജരംഗദളോ BJPയോ അല്ലെ RSSോ അതിൻ്റെ അനുഭാവികളൊക്കെ കാണിച്ചു കൂട്ടിയത് അല്ലേ. വളരെ മാന്യമായ രീതിയിൽ 2-3 സ്ത്രീകളെ റോഡിലൂടെ നഗ്നരാക്കി നടത്തിക്കൊണ്ടു പോകുന്നു, മൈതാനത്ത് കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്യുന്നു, അവർ അവയവങ്ങൾ മുറിച്ചെടുക്കുന്നു. എന്ത് സുന്ദരമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനമായിരുന്നു ഈ സ്ത്രീകളോട് BJPയും അതിൻ്റെ അനുഭാവികളും കാണിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം രാജസ്ഥാനിൽ നമ്മൾ കണ്ടു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കരിമ്പും തോട്ടത്തിലിട്ട് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് വലിച്ചെറിഞ്ഞ പ്രകൃതി നമ്മൾ കണ്ടു. ഒരു അമ്പലത്തിനകത്ത് ഇട്ടിട്ട് ഒരു 8 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ മാറി മാറി ഇവരുടെ ഒരു സ്നേഹപ്രകടനം കാണിച്ചത് നമ്മൾ കണ്ടു. എന്നിട്ട് അവരെ പിടിക്കപ്പെട്ടതിന് ശേഷം അവർ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവരെ സ്വീകരിച്ച ആ ഒരു രീതിയും നമ്മളെ കേരളത്തിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ കണ്ടതാണ്. ഇതൊന്നും നമ്മൾ മറന്നു പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാം. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇദ്ദേഹം കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വന്നിവിടെ ചില കീർവാണങ്ങൾ മുഴക്കിപ്പോയപ്പോൾ മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് 5-6 മാസമായിട്ട് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ആ മണിപ്പൂർ ഈ പറയുന്ന സ്ത്രീകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന മണിപ്പൂർ എന്ന പ്രദേശത്തേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാകാത്ത ഈ പ്രധാനമന്ത്രിയാണ് ഇവിടുത്തെ സ്ത്രീകൾ അവരുടെ എല്ലാമായ അല്ലെങ്കിൽ അവരുടെയൊക്കെ വീര പരിവേഷം നൽകി നരേന്ദ്രമോദിയെ ഇങ്ങനെ പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ നമുക്കൊക്കെ ചിരിയാണ് തോന്നുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് ഒരു ഗംഭീര ചർച്ച കഴിഞ്ഞ ദിവസം നമ്മുടെ നികേഷ് കുമാറും അതോടൊപ്പം തന്നെ ദുർഗാവാഹിനിയായിട്ടുള്ള സുജയ പാർവതിയൊക്കെ അടുത്തിരിപ്പുണ്ട്. ആ നികേഷ് കുമാർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തുമ്പോഴത്തേക്ക് ഈ പറയുന്ന ദുർഗാവാഹിനിയുടെ മുഖം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കിയ ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ 5 മാസമായി മണിപ്പൂരിൽ നിന്ന് കത്തുകയാണല്ലേ. 500-ലേറെ പേര് മരിച്ചല്ലോ, കൂട്ടിയിട്ട് കത്തിച്ചല്ലോ, കഴിഞ്ഞ ദിവസം നിരവധി ദേവാലയങ്ങൾ തകർത്തല്ലോ. അപ്പോൾ സ്വാഭാവികമായും BJP പറയുന്നത് എന്താണ്? ഇത് 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്നാണ്. ഇത് ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പിടിച്ചു നിൽക്കാനുള്ള വാദം. നോക്കൂ, അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു രാജ്യത്തെ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് 500-ലധികം പേര് കൊല്ലപ്പെട്ടിട്ട് 5 മാസം ആ സംസ്ഥാനം നിന്ന് കത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്കൊന്ന് പോയോ? ഒരു തവണ അഹമ്മദാബാദിൽ ക്രിക്കറ്റ് ഫൈനൽ നടന്നപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ പോയല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന തോറ്റവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. വലിയ എംബറാസ്മെന്റിലാണ് ആ തോറ്റ കളിക്കാർ ആ കൈകൊടുക്കലിനെ ഏറ്റുവാങ്ങുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഗീയമായിട്ടുള്ള ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ബീഭത്സമായ ദൃശ്യം എന്താണ്? 2 പെൺകുട്ടികളെ വിവസ്ത്രയാക്കി അവരെ വയലിലൂടെ ഓടിക്കുന്നു. ഒരു മോബ് അവരെ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് അവിടെ വെച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്നു. എന്നിട്ട് അവിടെ വെച്ച് അവരെ കൊല്ലുന്നു. ഇതല്ലേ മണിപ്പൂരിൽ മറ്റിടങ്ങളിൽ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ എത്താത്ത മറ്റിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ടാവുക.
അവിടെയൊക്കെ പ്രധാനമന്ത്രിക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹം BJPയുടെ പാർലമെന്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിലായിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രിയായിട്ടുണ്ടാവുക. പക്ഷേ ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയല്ലേ. ആ 140 കോടി ജനങ്ങളിൽ ഒരു വിഭാഗമല്ലേ മണിപ്പൂരിൽ നിൽക്കുന്നത്. അവിടെയൊക്കെ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയോ? നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നു? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിശ്വസിക്കാനാവുന്നുണ്ടോ? ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു വർഗീയ സംഘർഷത്തിൽ നിന്ന്, അങ്ങനെ ഒരു വിഘടനവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവുക? ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അദ്ദേഹം. ഈ പറയുന്ന പർട്ടിക്കുലറായിട്ടുള്ള ദൃശ്യം പുറത്തു വന്നപ്പോൾ പാർലമെന്റ് തുടങ്ങുന്നു എന്ന് വന്നതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് മാത്രം തൊട്ടു പോവുകയല്ലേ പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും വിഭാഗീയമായി ചിന്തിക്കുന്ന ഒരു രാജ്യത്ത്, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നേരിട്ട ഒരു വർഷം, ആ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ ക്രിസ്മസ് ദിനത്തിൽ ഈ പറയുന്ന ബിഷപ്പുമാരൊക്കെ വാലാട്ടി കൊടുക്കുക എന്ന് പറയുന്നത്, അതൊക്കെ വലിയ നിലയിൽ തന്നെ പ്രതികരിക്കേണ്ട വിഷയമാണ്. അതാണ് ഞാൻ സജി ചെറിയാൻ്റെ വാക്കുകളെ ന്യായീകരിച്ചിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ. ക്രിസംഗി രൂപപ്പെട്ടിട്ടുണ്ടല്ലോ, ആ ക്രിസംഗിക്ക് ചൂടേറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ പതുക്കെ ഇവിടെയും ഒന്ന് കത്തിക്കിട്ടിയാലുണ്ടല്ലോ വളരെ സമാധാനപരമായി BJPക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, സംഘപരിവാറിന് മുന്നോട്ട് പോകാൻ. അതിനിങ്ങനെ പതുക്കെ കത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഭാഗ്യവശാൽ ഇതുവരെ കത്തിയിട്ടില്ല. ഒരു ഡിബേറ്റ് ആയിരുന്നു നികേഷ് കുമാർ നടത്തിയത്. കാരണം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നതും ഈ അവസാനം, അതായത് ഈ വർഷത്തിൻ്റെ അവസാനമായിട്ടുള്ള ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ക്രൈസ്തവ സഭയിൽപ്പെട്ട ക്രിസംഗികളായിട്ടുള്ള ചില അച്ഛന്മാർ ഈ മോദി സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു. ഫാദറും 45 ക്രൈസ്തവർ, അതായത് ഈ ക്രിസംഗികളായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം സമുദായത്തെ കൊന്നാലോ അല്ലെങ്കിൽ സമുദായത്തിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു തന്നാലും ഇവർക്കൊരു വിഷയമല്ല. അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഈ ചില വൃത്തികെട്ട ആൾക്കാർ ഇതിനകത്തേക്ക് ചേക്കേറിയിട്ടുണ്ടെന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ആ ഒരു സമുദായത്തെ മൊത്തത്തിൽ നാണക്കെടുത്തുന്ന അല്ലെങ്കിൽ ആ സമുദായത്തെ മൊത്തത്തിൽ പേരുദോഷം കേൾപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളാണ് ഈ കൂട്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ തൃശ്ശൂർ നരേന്ദ്രമോദി വന്നതും ഈ പറയുന്ന ചില ബിഷപ്പുമാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ വിരുന്നിൽ പങ്കെടുക്കുകയും BJPയോട് അനുഭാവം കാണിക്കുകയും ചെയ്തിട്ടുള്ള ഈ ആൾക്കാർ മറന്നു പോയിരിക്കുന്നു. ഈ മണിപ്പൂരും രാജസ്ഥാനിലും നടന്ന സംഭവങ്ങളൊക്കെ ഈ കൂട്ടരങ്ങ് പാടെ മറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം. ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള ഈ സ്ഥലത്ത് വർഗീയതയുടെ വിത്ത് വിതറാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയാം, ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം അവർ കുറച്ചുകൂടെയൊക്കെ ദീർഘവീക്ഷണമുള്ളവരും അല്ലെങ്കിൽ അവരൊക്കെ മറ്റു മതക്കാരെ സ്നേഹിക്കുകയും അതിൻ്റെ ഒരു കരുതൽ കാണിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള പ്രവർത്തികൾ നടക്കാത്തത്, അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം ഇവിടെ ഉണ്ടാകുന്നത്. പല പ്രാവശ്യവും BJPയും RSSും അതിനു വേണ്ടിയുള്ള കോപ്പുകൾ ഇവിടെ കൂട്ടിയിട്ടും ഇവിടെ അത് നടക്കാതെ പോകുന്നത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കരുതൽ തന്നെയാണ് എന്നുള്ളതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് ടു എൻ്റർടൈൻമെൻറ്റ്.